വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. കാര്യപരിപാടികളിലേക്ക് കടക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്കോടെയാണ്. കഥയുടെ ക്ലൈമാക്സ് കുറച്ച് പഴയതാണ്. അതൊന്ന് ഓർത്തു വെക്കണം. അതിതാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ പല തരത്തിൽ ഉള്ളവരുണ്ട്. പുതുതായിട്ട് ഉദ്യോഗത്തിൽ ചേർന്നവരുണ്ട്, ദീർഘകാലമായിട്ട് ഉദ്യോഗത്തിൽ കഴിയുന്നവരുണ്ട്. കുറേ കാലം ഉദ്യോഗത്തിൽ തുടരുമ്പോൾ ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അതിൻ്റെ ശരിയായ തീവ്രതയോടെ മനസ്സിലാക്കുന്നതിന് കഴിയാത്ത ചിലരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടാകുന്നുണ്ട്. അത് അവരുടെ കുറ്റം കൊണ്ടല്ല, അവരുടെ മുന്നിൽ എത്തിച്ചേരുന്ന പ്രശ്നങ്ങളുടെ കൂമ്പാരത്തിലാണ് അവർ നിൽക്കുന്നത്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മുന്നിലെത്തുന്ന ഫയലിൽ എല്ലാം സ്പന്ദിക്കുന്നത് ജീവിതമാണ്. ഓരോ ആളുടെയും കുടുംബത്തിൻ്റെയും നാടിൻ്റെയും ജീവൽ പ്രശ്നങ്ങളാണ് ഫയലിനകത്തുള്ളത് എന്ന ധാരണ നമുക്ക് പൊതുവിലുണ്ടാകണം. അപ്പോൾ ഉദ്യോഗസ്ഥർ പലതരത്തിലുണ്ടല്ലോ. പുതുതായി ജോലിയിൽ വന്ന് ചേർന്നവരുണ്ട്. ഒരുപാട് കാലമായി ആ കസേരയിൽ ഇരിക്കുന്നത് കാരണം ഇനി എന്തു ചെയ്താലെന്താ, ചെയ്തില്ലെങ്കിൽ എന്താ എന്നായിപ്പോയവരുണ്ട്. ഏതായാലും എല്ലാവരുടെയും മുന്നിൽ ഫയലുണ്ട്. ഫയൽ എന്നാൽ സ്പന്ദിക്കുന്ന ജീവിതം. ഒരു കുട്ടിയെ അന്യായമായി സസ്പെൻഡ് ചെയ്തു. ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു അന്യായമായിട്ടാണ്. അത് വീഴ്ച ഉണ്ടായിട്ടില്ല തോന്നിയാൽ അപ്പൊ തിരിച്ചറിയാം. കൃത്യമായ അന്വേഷണം നടത്തി എൻക്വയറി നടത്തിക്കില്ല. കാരണം ഇപ്പം പറഞ്ഞ പോലെ എൻക്വയറി നടത്താനുള്ള സമയം കൊടുക്കണം. ആയിക്കോട്ടെ, അതുപോലെ കുട്ടിയുടെ ഓർമ്മ പറയും. തിരക്കുകയും അന്വേഷിക്കുകയും എങ്ങനെ പോയിന്നല്ല എവിടേക്ക് ഇരിക്കുന്ന എല്ലാവർക്കും നമ്മൾ അന്വേഷിച്ചു. മലയാളത്തിലാണ് വിലക്ക് നൽകിക്കൊണ്ട് ഉത്തരവാദിത്തം. അപ്പൊ അതങ്ങനെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ ഉത്തരവ് ഈ സാറ് പറഞ്ഞ ഒരു സാധനം വന്നിട്ട് ഈ വേലവിലക്കിന്റെ ഉത്തരവിൽ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റൽ ആക്ഷനാണ്. അത് ശരിയായ രീതിയിൽ ഇവിടെ മനഃപൂർവ്വം സർവീസ് മാറ്റിവെക്കുക. ഇവിടെ മൂന്നും ഇവിടെ ഫയലില്ല, ഇവിടെ സാറിന്റെ പണിയാണ് ഇതിനകത്ത്. ഈ ഓഫീസ് കെട്ടാൻ കിടക്കുക. ഇപ്പൊ നമ്മളൊരു മെമ്പറാ എസ് പി എടുത്ത് മാറ്റി വെക്കാൻ സസ്പെൻഡ് ചെയ്തില്ല. എന്ത് നീതിയാണ് സാർ ഇത്? ഒരു അന്വേഷണം പ്രോപ്പറായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടില്ല. ഒരു സർവീസ് ബുക്ക് കാണാറായാൽ അതിന് കാണാൻ പറ്റിയില്ലെങ്കിൽ പോലീസ് അന്വേഷണം നടത്തണം.
പോലീസിനെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിക്കണം. അവിടുത്തെ സെക്ഷൻസ് എല്ലാവരും പോലീസിനെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിക്കണം. എന്നാൽ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാവും. ഈ പോയ സർവീസ് ബുക്ക് ആരുതാണോ കാണാതായത് ആ കക്ഷിയെ പോലീസിനെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിക്കണം. എന്നാൽ മാത്രമേ അതിന്റെ സത്യാവസ്ഥ വിളിച്ചത് വരും. ഇല്ലാതെ വരില്ല. ഒരു വ്യക്തിയുടെ 125 സർവീസ് പുസ്തകങ്ങളിൽ ഒരാളെ മാത്രം കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയാണ് അതിന് ഉത്തരവാദി എന്ന് തീർച്ചയായും ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഒരുപാട് ആരോപണ പ്രത്യാപരണങ്ങൾ നിങ്ങൾ സമരത്തിനോട് ഉന്നയിച്ചിട്ട് നമുക്ക് എന്റെ ആക്ഷൻ ഇപ്പോൾ ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഞാൻ പറഞ്ഞു ഒരാഴ്ച സമയം തന്നിട്ടുണ്ട്. ഈ പറയുന്ന നിങ്ങളുടെ സൂപ്രണ്ടും മറ്റേ ഈ പറയുന്ന കുട്ടി വേണമെങ്കിൽ കുട്ടിയെയും എല്ലാം പോലീസിലേക്ക് പറയാം. ഒരാഴ്ച കൊണ്ട് എന്റെ അന്വേഷണം ഞാൻ കേസ് കൊടുക്കുക ശരിക്കും വേണ്ടത് ഇതിന് അന്ന് തന്നെ കേസ് കൊടുക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. ആ കേസ് കൊടുത്തപ്പോൾ ഒരാഴ്ച നിങ്ങൾ ഒരുപാട് ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചതാണ്. ഇവിടെ പല രീതിയിൽ സംശയകരമായ സാഹചര്യം ഉണ്ടെന്നും പലരെയും നിങ്ങൾ വ്യക്തിപരമായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് പല ആരോപണം ഉന്നയിച്ചാൽ ആ സ്ഥിതിക്ക് എനിക്ക് ഇതിൽ ആക്ഷനിൽ മറ്റൊരു എടുക്കാൻ വയ്യ. വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനെ എങ്ങനെ പറഞ്ഞിരിക്കുക. ആയതുകൊണ്ട് തന്നെ ഞാൻ എന്റെ അന്വേഷണം ഒരാഴ്ച കൊണ്ട് പൂർത്തീകരിച്ച് തീരുമാനമെടുക്കും. അവകാശത്തിന് സമരം ചെയ്യും. അവകാശത്തിന് സമരം ചെയ്യും. ഒരേ ഒരൊറ്റ പ്രസ്ഥാനം. ഒരേ ഒരൊറ്റ പ്രസ്ഥാനം. അതാണ് ഈ അസോസിയേഷൻ. NGO അസോസിയേഷന്റെ ഒരു മെമ്പർ എന്ന നിലയ്ക്ക് ഒരു മെമ്പർ ആയിപ്പോയി എന്നതിൻ്റെ പേരിൽ നമ്മുടെ ഒരു വനിതാ ജീവനക്കാരിയെ ഇന്നലെ അന്യായമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ആ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഡി ഡിയുടെ ചേംബറിൽ കയറി അദ്ദേഹവുമായി സംസാരിക്കുകയും ഒരു പ്രതിഷേധ പ്രകടനം ഇവിടെ നടത്തുകയും ചെയ്തത്. അദ്ദേഹം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉറപ്പ് ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങളുടെ ഇന്നത്തെ ഡേറ്റ് 25 എന്ന ഒരു കട്ട് ഓഫ് ഡേറ്റ് വെച്ചുകൊണ്ട് അതിനുള്ളിൽ തന്നെ ഇതിന് ഒരു അന്വേഷണ കമ്മിറ്റി നടത്തി ഇതിലെ ബന്ധപ്പെട്ട ആളുകളെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി അന്വേഷണം നടത്തി തുടർ നടപടികൾ ഉണ്ടാവും. അതോടുകൂടി ഈ ലേഖ എന്ന ജീവനക്കാരിയുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറാവുമെന്ന് തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഞങ്ങൾ താൽക്കാലമായി ഈ പ്രതിഷേധ പ്രകടനം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. പുതുതായി ജോലിയിൽ ചേർന്ന ഒരു ഉദ്യോഗസ്ഥയെ കോഴിക്കോട്ടെ ഡെപ്യൂട്ടി വിദ്യാഭ്യാസ ഡയറക്ടർ സസ്പെൻഡ് ചെയ്തതാണ് പ്രശ്നം. സസ്പെൻഷന് കാരണമായി പറയുന്നത് ഓഫീസിലെ ഒരു ഫയൽ കാണാതായതാണ്. ഫയലല്ല, ഒരു സർവീസ് ബുക്ക്. ഈ ഉദ്യോഗസ്ഥയുടേതല്ല, വേറൊരാളുടെ സർവീസ് ബുക്ക് കാണാതായി. അതിനു കാരണം ഈ ഉദ്യോഗസ്ഥയാണ് എന്നാരോപിച്ച് സസ്പെൻഡ് ചെയ്തു. സർവീസ് ബുക്കും ഫയലുമെല്ലാം സ്പന്ദിക്കുന്ന ജീവിതം തന്നെയാണല്ലോ. മിക്കവാറും ഫയലുകളിൽ അല്ലെങ്കിൽ എല്ലാ ഫയലുകളിലും നിങ്ങളൊരു കുറിപ്പ് എഴുതുന്നുണ്ട്. ആ കുറിപ്പാണ് ചിലരുടെ കാര്യത്തിലെങ്കിലും അവർ തുറന്ന് ജീവിക്കണോ എന്ന് പോലും തീരുമാനിക്കുന്നത്. കാരണം അത്രയും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലാണ് നിങ്ങളുടെ പേന കൊണ്ട് നിങ്ങൾ കുറിച്ചിടുന്നത് എന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടാവണം. സർക്കാർ ഓഫീസിലെ ജീവനക്കാരുടെ സർവീസ് ബുക്കുകൾ, അതാണല്ലോ ശരിക്കും സ്പന്ദിക്കുന്ന ഫയലുകൾ. അതുപോലും സൂക്ഷിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ പാവ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ പാഴ്ക്കിനാവുകളെക്കുറിച്ച് എന്തു പറയാൻ?